ഇത്തവണത്തെ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലും വിധി നിർണയത്തിനെതിരെ പരക്കെ പരാതി. ഹൈസ്കൂൾ വിഭാഗം മാർഗംകളിയിൽ പങ്കെടുത്ത ടീമുകൾ ഒന്നാകെ പരാതിയുമായി ഡിഡിയുടെ ഓഫീസിന് മുന്നിലെത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നടന്ന 64ാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവമാണ് വിധി നിർണയത്തെ ചൊല്ലിയുള്ള പരാതികളിലും പ്രതിഷേധങ്ങളിലും കലാശിച്ചത്. അവസാന ദിവസമായ ബുധനാഴ്ച നടന്ന ഹൈസ്കൂൾ വിഭാഗം മാർഗംകളി മത്സരത്തിലെ വിധി നിർണയത്തിനെതിരെയും പരക്കെ പരാതികൾ ഉയർന്നു. അടിസ്ഥാന മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ പോലും ഒരു തരത്തിലും മികവ് പുലർത്താത്ത ടീമിന് ഒന്നാം സ്ഥാനം നൽകിയെന്നാണ് ആരോപണം. പ്രധാന ഘടകമായ വസ്ത്രത്തിലെ അപാകതകൾ പോലും വിധികർത്താക്കൾ പരിഗണിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി മത്സരത്തിൽ പങ്കെടുത്ത മറ്റെല്ലാ ടീമുകളും ഒരുമിച്ച് പരാതിയുമായി ഡിഡി ഓഫീസിന് മുന്നിലെത്തി. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ HS വിഭാഗം മാർഗംകളിയിൽ മത്സരിച്ച കുട്ടികളാണ്. പല സ്കൂളുകളിലെ കുട്ടികളാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ജഡ്ജ്മെന്റിൽ എതിർപ്പുണ്ട്. ജഡ്ജ്മെന്റ് അത്രയും മോശമായിരുന്നു. സത്യമായൊരു ജഡ്ജ്മെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് അത്രക്ക് ഉറപ്പുണ്ട്. എല്ലാവരും കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ടീമിന് അത്രക്കും അപാകതയുണ്ട്. വീഡിയോ റീച്ച് ചെയ്തോളൂ നോക്കാം. അത്രയും നമുക്ക് അവരെ ഡ്രസ് താഴെ ഇത് വീണിക്കും അവർക്ക് ഫസ്റ്റ് കുത്തി അതിന്റെ ഇടയിൽ അവർ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫോൾട്ട് ഉണ്ടായിട്ടും ബാക്കി തെളിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഡിഡിയെ വിശ്വസിച്ച് നമ്മൾ ഇത് കൊടുക്കുവാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്കുണ്ട്. അവതരണത്തിൽ ഗുരുതരമായ കുറ്റങ്ങളും കുറവുകളും വരുത്തിയ ചെസ് നമ്പർ 4 മത്സരിച്ച ടീമിന് എന്തിന്റെ പേരിലാണ് ഒന്നാം സ്ഥാനം നൽകിയതെന്നാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. കോഴ തന്നെയാണോ ഇതിന് പിന്നിലുള്ളതെന്ന കാര്യമായ സംശയവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. വിഷയങ്ങളിൽ അവഗാഹം പോയിട്ട് അടിസ്ഥാന വിവരങ്ങൾ പോലും ഇല്ലാത്തവരാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഉയർന്നുവന്ന പ്രധാന ആക്ഷേപം. ഒരേ ആളുകൾ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മത്സരങ്ങളിൽ വിധി നിർണയം നടത്തിയതിലെ വിരോധാഭാസവും അപഹാസ്യതയും അഭ്യുദയകാംക്ഷികളിലടക്കം അമർഷത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.